നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. രാജ്ഭവനിലെ പരിസ്ഥിതി ദിന ആഘോഷത്തിൽ നിന്ന് മന്ത്രിമാർ വിട്ടുനിന്നതിൽ അതൃപ്തി തുറന്നടിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന നിലപാട് എന്ത് തരം ചിന്താഗതിയാണെന്നാണ് ഗവർണറുടെ ചോദ്യം. രാജ്ഭവനിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ കഴിയില്ല, ഭാരതത്തിന്റെ അടയാളമാണ് ഭാരതാംബയെന്നും ഗവർണർ. We cannot do away with this. And that was probably the reason why both the ministers have not come here. I do not know what sort of thinking we have in our minds. Probably I do not know what it is. But issue before us was better, rather more compelling, and that is what our Matrubhumi's, our Bharat Mata's environment. രാജ്ഭവനിലെ ചടങ്ങിൽ മന്ത്രിമാരായ പി പ്രസാദും വി ശിവൻകുട്ടിയും പങ്കെടുത്തിരുന്നില്ല. ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി പരിപാടിക്ക് തുടക്കമിട്ട ചിത്രങ്ങൾ രാജ്ഭവൻ അതിനിടെ പുറത്തുവിട്ടു. ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കലും വേണമെന്ന രാജ്ഭവൻ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു മന്ത്രി പി പ്രസാദിന്റെ പ്രതികരണം. പക്ഷേ നമുക്ക് നേരത്തെ തന്നെ പരിപാടിയെക്കുറിച്ച് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ രാജ്ഭവനിലേക്ക് പരിപാടിയുടെ അറിയിപ്പുകൾ ചെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോഗ്രാം നിശ്ചയിക്കാറുണ്ട്. അങ്ങനെ പ്രോഗ്രാം നിശ്ചയിച്ച് നൽകി. ആ പ്രോഗ്രാമിൽ ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം പൊടുന്നനെ ഒരു മാറ്റം വരുത്തിയുണ്ടായി. ആ മാറ്റം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവിൻ്റെ ചിത്രം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എതിർപ്പില്ല. എന്നാൽ ഇവിടെ ഉപയോഗിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടം പോലും അല്ലാതെ മറ്റൊരു പടമെല്ലാം വെച്ചിട്ട് ആ തരത്തിൽ അവതരിപ്പിക്കുന്നതിനെ ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയും. ഉമേഷ് ബാലകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരും തത്സമയം. ഉമേഷ്, വീണ്ടും ഗവർണർക്കും സർക്കാരിനും ഇടയിൽ മറ്റൊരു വിഷയം, അതിൽ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നു. അത് ഇപ്പോൾ വിവാദമായി മാറുകയും ചെയ്യുന്നു. എന്താണ് ഈ പരിസ്ഥിതി ദിനാഘോഷത്തെ സംബന്ധിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? നേരത്തെ കൃഷിമന്ത്രി പറഞ്ഞനുസരിച്ച് ഈ പരിപാടി നേരത്തെ നിശ്ചയിച്ചു, പിന്നീട് അതിൽ ചില മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? എന്താണ് ഗവർണറും ഒപ്പം മന്ത്രിമാരും നൽകുന്ന പ്രതികരണം? പ്രജിൻ, എന്തായാലും രാജ്ഭവനിൽ ഇന്ന് രാവിലെ നടക്കേണ്ടിയിരുന്ന പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അത് കുറച്ചുകൂടി കടുക്കുകയാണ്. രാവിലെ 11 മണിയോടുകൂടി രാജ്ഭവനിൽ നടക്കാനിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ കൃഷിമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പരിപാടി, നേരത്തെ നിശ്ചയിച്ച പരിപാടിക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ അതിൽ കൂടുതലായി ആഡ് ചെയ്തുകൊണ്ട് ഈ ഭാരതാംബയുടെ, അതായത് കാവിക്കൊടി ധരിച്ച ഭാരതാംബയുടെ മുന്നിൽ ഈ വിളക്ക് തെളിയിച്ചുകൊണ്ട് പരിപാടികൾ തുടങ്ങാമെന്നുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ നിർദ്ദേശം രാജ്ഭവനിൽ നിന്ന് വരുന്നത്. എന്നാൽ അത് നേരത്തെ ഉണ്ടായിരുന്ന പരിപാടിയുടെ ഭാഗമല്ല എന്നുള്ള നിലപാടായിരുന്നു കൃഷിമന്ത്രി എടുത്തത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഈ പരിപാടിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഹാളിൽ നിന്ന് ഈ ഭാരതാംബയുടെ, അതായത് കാവിക്കൊടി എന്തുന്ന ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്നുള്ള നിലപാട് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചു. എന്നാൽ അങ്ങനെ മാറ്റാൻ കഴിയില്ല എന്നുള്ള നിലപാട് രാജ്ഭവൻ എടുത്തു. ഇതോടുകൂടിയാണ് അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെയോടുകൂടി പരിപാടി ബഹിഷ്കരിക്കാനുള്ള തീരുമാനം കൃഷി വകുപ്പ് എടുക്കുന്നത്. തുടർന്ന് ദർബാർ ഹാളിൽ ഈ സർക്കാരിന്റെ കൃഷി വകുപ്പിന്റെയും പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്ന് വൈകിട്ട് അല്പം മുൻപാണ് മറ്റൊരു സ്വകാര്യ ചടങ്ങ് രാജ്ഭവനിൽ നടന്നത്. ഈ സ്വകാര്യ ചടങ്ങിലാണ് ഗവർണർ തന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. 2 മന്ത്രിമാർ ഇന്ന് നടന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തില്ല. അവർ രാവിലെ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ അവർ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചു. അവർ ഇന്നലെ വിളിച്ചു ചോദിച്ചത് ഈ ഹാളിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ കഴിയുമോ എന്നാണ്. പക്ഷേ മാറ്റാൻ കഴിയുന്നതല്ല. അങ്ങനെ ഭാരതാംബയുടെ ചിത്രം എവിടെ നിന്ന് മാറ്റാൻ കഴിയുന്നതല്ല. അത് രാജ്യത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ അത് ആര് പറഞ്ഞാലും മാറ്റില്ല, അത് മാറ്റാനാകില്ല എന്നുള്ള നിലപാട് തിരിച്ചറിയിച്ചു. അതേ തുടർന്നാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തത്. ഇത് എന്തുതരം നിലപാടാണ്? പരിസ്ഥിതി ദിന ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്തുതരം നിലപാടാണ്? മാതൃഭൂമി പോലെ തങ്ങൾ ഈ ഭാരതാംബയെ സംരക്ഷിക്കും, ജന്മഭൂമി പോലെ ഈ ഭാരതാംബയെ സംരക്ഷിക്കും എന്നും ഈ പ്രസംഗത്തിൽ അദ്ദേഹം നിലപാട് അറിയിച്ചു. അതിനു മുൻപ് 2 മണിക്കൂർ മുൻപാണ് സോഷ്യൽ മീഡിയയിൽ ഇതേ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ചുകൊണ്ട് രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങുകളിൽ ഈ ഫോട്ടോയ്ക്ക് മുന്നിൽ തന്നെ ദീപം തെളിയിക്കുന്ന ചിത്രങ്ങൾ കൂടി ഗവർണറുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത്. പ്രജിൻ, സുമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ ചടങ്ങുകളും അവിടുത്തെ പരിപാടികളുമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്കാണ്. നിലമ്പൂർ പോര് മുറുകുന്നു.
നിലമ്പൂരിൽ PV അൻവറിന് ചിഹ്നം കത്രിക. അൻവർ ഉൾപ്പെടെ 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. തന്നെ കുടുക്കിയ നേതാക്കളെ കത്രിക പൂട്ടിടാനുള്ള അവസരമാണ് ഇതെന്ന് PV അൻവർ പ്രതികരിച്ചു. നിലമ്പൂർ അംഗത്തിന് 10 പേർ. 2016-ലും 2021-ലും വിജയചിഹ്നമായ ഓട്ടോറിക്ഷ അൻവറിനില്ല. മുൻഗണനാക്രമത്തിൽ അൻവർ ആവശ്യപ്പെട്ട ആദ്യ ചിഹ്നം ഓട്ടോറിക്ഷയായിരുന്നു. കത്രികയും കപ്പും സോസറുമായിരുന്നു മുൻഗണനാ പട്ടികയിലെ മറ്റു ചിഹ്നങ്ങൾ. ഓട്ടോറിക്ഷ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചിഹ്നമായതിനാൽ ഓട്ടോറിക്ഷ നൽകാനാകില്ലെന്ന് മുഖ്യ വരണാധികാരി അറിയിച്ചതോടെ അൻവറിന്റെ അടയാളം കത്രികയായി. പ്രിഫറൻസ് ആണ് കത്രിക. അത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ കോലത്തിൽ നിൽക്കേണ്ടി വന്നത് പിണറായിയും VD സതീശനും കൂടിയിട്ടുള്ള എന്നെ കത്രിക പൂട്ടിൽ കുടുക്കിയതാണ്. ആ കത്രിക പൂട്ടിനെ കത്രിക കൊണ്ട് തന്നെ നേരിടാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. പിൻവലിച്ച പത്രികകളിൽ PV അൻവറിന്റെ അപരൻ അൻവർ സാദത്തുമുണ്ട്. SDPI സ്ഥാനാർത്ഥി സാദിഖ് നടുത്തുടി ബലൂൺ അടയാളത്തിൽ മത്സരിക്കും. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിന് കൈപ്പത്തി, LDFിലെ M സ്വരാജിന് അരിവാൾ ചുറ്റിക നക്ഷത്രം, NDAയിലെ മോഹൻ ജോർജിന് താമര എന്നിവയാണ് ചിഹ്നങ്ങൾ. 24 നിലമ്പൂർ. UDFുമായുള്ള സഹകരണത്തിന് മുന്നണിക്ക് മുന്നിൽ ഉപാധികളുമായി PV അൻവർ. UDFന് അധികാരം ലഭിച്ചാൽ ആഭ്യന്തരമന്ത്രി സ്ഥാനവും വനം വകുപ്പും നൽകണമെന്ന PV അൻവറിന്റെ ആവശ്യമാണ് രാഷ്ട്രീയ കൗതുകമായത്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും PV അൻവർ. അൻവറിനെ UDF മുഖ്യമന്ത്രി പോലും ആക്കിയേക്കുമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും 26-ലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെൻ്റാക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ 26-ൽ ഈ UDF ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാനുണ്ടാകും. ഈ ആവശ്യമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ ചർച്ച. പല കോണിൽ നിന്നും ട്രോൾ മഴ വന്നപ്പോൾ അൻവർ പറഞ്ഞത് കുറച്ചുകൂടി ഉറപ്പിച്ചു പറഞ്ഞു. ആ പറയുമ്പോൾ എന്തായാലും കുഴപ്പം? എനിക്കൊന്നുമില്ലെങ്കിൽ ഫോറസ്റ്റ് മന്ത്രിയെ തരണം, അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തരം നൽകണം. അത് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞതല്ല. ഇവിടെ ഇതിനെ മാനിക്കുന്ന ഈ വിഷയത്തെ വളരെ സീരിയസ് ആയി കാണുന്ന സാമുദായിക നേതാക്കന്മാരുണ്ട്. അവരാ പറഞ്ഞത്. അൻവറിനെ പരിഹസിച്ച് KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ കൂട്ടത്തോടെ രംഗത്തു വന്നു. ബലമായിട്ട് പ്രവേശിക്കാൻ പറ്റുമോ? ആ 2 വകുപ്പും ഞാൻ നോക്കിയിരിക്കുന്ന വകുപ്പുകളാണ്. ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചർച്ചയുടെ എല്ലാ വാതിലും അടച്ചു. വി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. UDFിനോട് അൻവർ ഡിമാൻഡ് വെക്കേണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രതിരോധ വകുപ്പും വിദേശകാര്യ വകുപ്പും കൂടി ചോദിക്കാമായിരുന്നുവെന്നാണ് VT ബലറാമിന്റെ പരിഹാസം. CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഇങ്ങനെ: അതിപ്പോൾ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ സമ്മതിച്ചു വരാം. കാരണം അവരുടെ പ്രശ്നമായിരുന്നു. അൻവർ ഞങ്ങൾ മുമ്പേ ഞാൻ ഡൽഹി പത്രസമ്മേളനത്തോടുകൂടി ഒഴിവാക്കിയതാണ് അൻവറിനെ. ചർച്ചകളും ട്രോൾ പൂരവും തുടരുന്നു. ടീം 24 നിലമ്പൂർ. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഭൂപതിവ് നിയമത്തിലെ ചട്ടലംഘനം ക്രമീകരിക്കാൻ 2 ചട്ടങ്ങൾ. നിയമത്തിന്റെ പ്രാബല്യ തീയതി വരെയുള്ള ചട്ടലംഘനങ്ങൾ ക്രമീകരിക്കാനാണ് ഒരു ചട്ടം. പ്രാബല്യ തീയതിക്ക് ശേഷമുള്ള ലംഘനങ്ങൾക്ക് മറ്റൊരു ചട്ടവും പുറത്തിറക്കും. 24 ബ്രേക്കിംഗ്. ശ്രീത്താണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീത്ത്, ഇതിപ്പോൾ എന്താണ് ഈ പുതിയ നിയമത്തിന്റെ പ്രാബല്യ തീയതി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒപ്പം തന്നെ ഇങ്ങനെ 2 രീതിയിൽ ഇതിനെ സമീപിക്കാനുള്ള നീക്കം എന്താണ്, സാഹചര്യം എന്താണ്? പ്രജിൻ, ഭൂപതിവ് നിയമപ്രകാരം പട്ടയം ഏത് ആവശ്യത്തിനാണോ നൽകുന്നത് ആ ആവശ്യത്തിന് വിരുദ്ധമായി ഉപയോഗിച്ചാൽ അത് ലംഘനമായി കണക്കാക്കുന്നതാണ് നിലവിലുള്ള നിയമം. ഇതിൽ ഭേദഗതി വരുത്താനാണ് 2023-ൽ 1960-ലെ ഭൂപതിവ് നിയമം സർക്കാർ ഭേദഗതി ചെയ്തത്. എന്നാൽ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഇത്തരം പട്ടയത്തിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കുന്ന ഭൂമിയെ ക്രമവൽക്കരിച്ച് നൽകാനുള്ള തീരുമാനമായിരുന്നു അത്. എന്നാൽ ചട്ടം പ്രാബല്യത്തിൽ വരാത്തതുകൊണ്ട് ഈ ക്രമവൽക്കരിച്ച് നൽകൽ നടന്നിരുന്നില്ല. ഇപ്പോൾ 2 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ചട്ടത്തിന് ഇപ്പോൾ അന്തിമ രൂപമായിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ചട്ടത്തിന് അന്തിമ അംഗീകാരമായി. 2 തരത്തിലുള്ള ചട്ടമായിരിക്കും ഭൂപതിവ് നിയമത്തിൻ്റെ ലംഘനങ്ങളെ ക്രമവൽക്കരിക്കാനായി സർക്കാർ കൊണ്ടുവരുന്നത്. ഒന്ന്, ഈ ഭൂപതിവ് നിയമം പ്രാബല്യത്തിൽ വരുന്ന തീയതിക്ക് തൊട്ട് മുമ്പ് വരെയുള്ള നിയമലംഘനങ്ങൾക്ക് ആയി ഒരു ചട്ടവും, ഇനി ഈ പട്ടയം ലഭിച്ചിരിക്കുന്ന ഭൂമിയിൽ നടക്കുന്ന മറ്റ് നിയമലംഘനങ്ങൾക്ക് പുതിയൊരു ചട്ടവും എന്നിങ്ങനെ 2 ചട്ടങ്ങളാണ് വരുന്നത്. നേരത്തെ ഈ 1960-ലെ ഭൂപതിവ് നിയമത്തിൻ്റെ ചുവട് പിടിച്ച് 20ഓളം ചട്ടങ്ങൾ സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്നു. ഇതെല്ലാം ക്രോഡീകരിച്ച് 2 ചട്ടങ്ങളെന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. ഈ മാസം തന്നെ ചട്ടം മന്ത്രിസഭാ യോഗത്തിന് അംഗീകാരത്തിന് ശേഷം ചട്ടം പുറത്തിറക്കും എന്നാണ് ഇന്നത്തെ തീരുമാനം. അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിൽ ഇടുക്കിയിലടക്കമുള്ള ജനങ്ങൾ ഏറെക്കാലമായി കാത്തിരിക്കുന്ന ഭൂപതിവ് ചട്ട നിയമത്തിൻ്റെ ഭേദഗതി ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
യെസ്, രണ്ട് രീതിയിലാണ് അപ്പോൾ ചട്ടങ്ങൾ ഉണ്ടാവുക എന്നുകൂടി വ്യക്തമാക്കുകയാണ് സർക്കാർ. 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ ഈ ഭൂപതിവ് പുതിയ നിയമം, ഭേദഗതി വരുത്തിയ നിയമം പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ കർണാടക ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ചൊവ്വാഴ്ചയ്ക്കകം സർക്കാർ വിശദീകരണം നൽകണം. അതേസമയം പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് കാട്ടി DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. അപകടത്തിൽ നടുക്കം രേഖപ്പെടുത്തിയ ഹൈക്കോടതി സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഉച്ചയ്ക്ക് റിപ്പോർട്ട് വായിച്ച ശേഷം സ്റ്റേഡിയത്തിലെ സുരക്ഷയെപ്പറ്റിയും മുൻകരുതലുകളെപ്പറ്റിയും കോടതി ചോദിച്ചു. ഫ്രീ പാസ് നൽകിയിരുന്നോ എന്ന ചോദ്യത്തിന് RCB മാനേജ്മെന്റാണ് പരിപാടിയുടെ സംഘാടകരെന്ന് സർക്കാർ മറുപടി നൽകി. പിന്നാലെയാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സർക്കാർ പ്രഖ്യാപിച്ച മജിസ്ട്രിയൽ തല അന്വേഷണം തുടങ്ങി. RCBക്കും ഇവന്റ് മാനേജ്മെന്റ് ടീമിനും BCCIക്കും നോട്ടീസ് അയക്കും. ഇതിനിടെ തങ്ങൾക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് കൈകഴുകി. സാധ്യമായതെല്ലാം ചെയ്തു എന്നാണ് DGP മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. മാധ്യമങ്ങളെ കണ്ട ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പൊട്ടിക്കരഞ്ഞു. ಈ ರೀತಿ ಆಗಿದ್ದು ಈ 10 ಜನ ನಾನು ನೋಡಿದ್ದೀನಿ, ನನ್ನ ಕಣ್ಣಲ್ಲೇ. ಅದನ್ನ ಯಾವ ಫ್ಯಾಮಿಲಿನೂ ಡೈಜೆಸ್ಟ್ ಮಾಡ್ಕೊಳ್ಳೋಕೆ ಸಾಧ್ಯ ಇಲ್ಲ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് RCB 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നും ആരാധകർക്കൊപ്പം എന്ന ടാഗ് ലൈനോടുകൂടിയാണ് ടീമിൻ്റെ ഈ പ്രഖ്യാപനം. എന്നാൽ ഇന്നലെ 11 ആരാധകർ മരിച്ചു കിടക്കുമ്പോഴും ഈ സ്റ്റേഡിയത്തിനുള്ളിൽ ആനന്ദ നൃത്തം ചവിട്ടിയതിൽ ആരാധകർക്ക് താരങ്ങളോടും മാനേജ്മെന്റിനോടും കടുത്ത വിമർശനമാണുള്ളത്. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. വെൽക്കം ബാക്ക്. വാർത്താസന്ധ്യ തുടരുകയാണ്. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ കർണാടക ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു എന്ന വാർത്ത നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൂടി വരുന്നു. അതിൽ ഇപ്പോൾ പോലീസും കേസെടുത്തിരിക്കുന്നു. RCBക്കും ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കെതിരെയും FIR ഇട്ടിരിക്കുകയാണ് കബൺ പാർക്ക് പോലീസ്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷനെതിരെയും കേസെടുത്തിട്ടുണ്ട്. സംഘാടകരുടേത് കുറ്റകരമായ അനാസ്ഥ എന്നീ FIR പറയുന്നുമുണ്ട്. അങ്ങനെ അതിൽ RCBയും ഒപ്പം തന്നെ ആ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയും പ്രതിസ്ഥാനത്ത് വരികയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കബൺ പാർക്ക് പോലീസാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും ഈ സംഭവത്തിൽ പ്രതിചേർത്താണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ദേശീയപാത തകർച്ചയിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ ക്രിമിനൽ നടപടിയാണ് വേണ്ടതെന്ന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പഴിചാറലല്ല, പരിഹാരമാണ് വേണ്ടതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു. ദേശീയപാതയുടെ തകർച്ചയ്ക്ക് കാരണം മണ്ണിന്റെ ദൃഢക്കുറവെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ ഇടക്കാല റിപ്പോർട്ട്. ദൃഢതക്കുറവുള്ള മണ്ണുപയോഗിച്ച് റോഡിന്റെ അടിസ്ഥാന നിർമ്മാണം നടത്തി. റോഡിന് സമീപം വെള്ളം കെട്ടിക്കിടന്നതും കൂരിയാട് ദേശീയപാതയുടെ തകർച്ചയ്ക്ക് കാരണമായെന്നാണ് IIT വിദഗ്ധരുടെ കണ്ടെത്തൽ. കരാറുകാർക്കും പ്രൊജക്ട് കൺസൾട്ടൻസിക്കും ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും ദേശീയപാത അതോറിറ്റി ഇടക്കാല റിപ്പോർട്ടിൽ പറയുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. കൂരിയാട് സർവീസ് റോഡ് ഉടൻ തുറന്നു നൽകുമെന്ന് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയെ അറിയിച്ചു. പരസ്പരം പഴിചാരാതെ വിഷയം ശാസ്ത്രീയമായി പരിഹരിക്കാൻ തയ്യാറാകണം. പരിഹാര മാർഗങ്ങൾ അടങ്ങിയ സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. വീഴ്ച വരുത്തിയവർക്കെതിരെ അച്ചടക്ക നടപടിക്ക് പുറമെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കേസ് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. കൊച്ചി പുറംകടലിലെ കപ്പൽ അപകടത്തിൽ കണ്ടെയ്നറിലുണ്ടായിരുന്ന സാധനങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നു സർക്കാർ. അപകടകരമായ കാൽസ്യം കാർബൈഡും പോളിമർ അസംസ്കൃത വസ്തുക്കളും കണ്ടെയ്നറുകളിൽ ഉൾപ്പെടുന്നു. മറ്റ് കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളില്ല. കോടതി നിർദ്ദേശപ്രകാരമാണ് സർക്കാർ പട്ടിക പുറത്തുവിട്ടത്. 13 കണ്ടെയ്നറുകളിലാണ് കാൽസ്യത്തിന്റെയും കാർബണേറ്റിന്റെയും സംയുക്തമായ കാൽസ്യം കാർബൈഡ് ഉള്ളത്. 8 എണ്ണം മുങ്ങിയ കപ്പലിന്റെ അകത്തെ അറയിലും ബാക്കിയുള്ളവ പുറത്തുമായാണുള്ളത്. വെള്ളവുമായി ചേർന്നാൽ അസറ്റിലിൻ വാതകമായി പെട്ടെന്ന് തീപിടുത്തത്തിനുൾപ്പെടെ സാധ്യതയുണ്ട്. പ്ലാസ്റ്റിക് നിർമ്മിക്കാനുള്ള പോളിമർ അസംസ്കൃത വസ്തുക്കളാണ് 60 കണ്ടെയ്നറുകളിലുള്ളത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളായ ഇവയെ വിവിധ മോൾഡിംഗ് പ്രക്രിയയിലൂടെയാണ് നിത്യോപയോഗ വസ്തുക്കളാക്കി മാറ്റുന്നത്. ഇവ രണ്ടും മാത്രമാണ് അപകടകാരികളായി കണ്ടെയ്നറിലുള്ളത്. കസ്റ്റംസിന് കൈമാറിയ പട്ടികയിൽ ക്യാഷ് എന്ന് രേഖപ്പെടുത്തിയിരുന്നത് കാഷ്യൂ ആണെന്ന് കണ്ടെത്തി. കശുവണ്ടിക്കൊപ്പം തേങ്ങയും നട്ട്സുമാണ് 46 കണ്ടെയ്നറുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 39 കണ്ടെയ്നറുകളിൽ കോട്ടണും 87 കണ്ടെയ്നറുകളിൽ തടിയുമുണ്ട്. 71 കണ്ടെയ്നറുകളിൽ സാധനങ്ങളില്ല. 643 കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നാണ് സൂചന. ഇതിൽ 640 എണ്ണത്തിൻ്റെ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നം പരിഹരിക്കാനുള്ള വേഗത്തിലുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. 24, തിരുവനന്തപുരം.
ഹജ്ജിന്റെ സുപ്രധാന കർമ്മമായ അറഫ സംഗമം പുരോഗമിക്കുകയാണ്. അറഫയിൽ സംഗമിച്ച ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുകയാണ്. മീനായിലെ ജംറകളിൽ നാളെ കല്ലേറ് കർമ്മം ആരംഭിക്കും. അറഫയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം പുരോഗമിക്കുകയാണ്. തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഉള്ളത് അറഫയിലെ ടെന്റുകളിലാണ്. ടെന്റുകളിൽ ആരാധനാ കർമ്മങ്ങളുമായി കഴിയുകയാണ് തീർത്ഥാടകർ. പാപമോചന പ്രാർത്ഥനകളും മറ്റു മന്ത്രധ്വനികളുമായി തീർത്ഥാടകർ ടെന്റുകളിൽ കഴിയുകയാണ്. ഇന്ന് വൈകുന്നേരം വരെ തീർത്ഥാടകർ ഈ ആരാധനാ കർമ്മങ്ങൾ തുടരും. ഞാനിപ്പോൾ ഉള്ളത് മലയാളികളുള്ള ഒരു ടെന്റിലാണ്. ഇവർ നേരത്തെ ഇന്ന് ഉച്ച മുതൽ ആരംഭിച്ച ഈ ആരാധന കർമ്മങ്ങളാണ്, പ്രാർത്ഥനകളാണ്. ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي وهو على كل شيء قدير لا إله إلا الله. ഇന്ന് ഉച്ചയ്ക്ക് ആരംഭിച്ച ഈ പ്രാർത്ഥന തീർത്ഥാടകർ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ തുടരും. ഇന്ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമായിരിക്കും തീർത്ഥാടകർ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നീങ്ങുക. മുസ്ദലിഫയിൽ തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് മുസ്ദലിഫയിൽ തങ്ങി നാളെ രാവിലെ തീർത്ഥാടകർ മീനായിൽ തിരിച്ചെത്തി ജംറകളിൽ കല്ലേർ കർമ്മം ആരംഭിക്കും. അറഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് സർക്കാർ അവധി ശനിയാഴ്ചത്തേക്ക് മാറ്റി. ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. നേരത്തെ വെള്ളിയാഴ്ചയായിരുന്നു സർക്കാർ അവധി നൽകിയിരുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം നാളെ പ്രവൃത്തി ദിനമായിരിക്കും. മാസപ്പിറവി വൈകിയതിനാൽ ബലിപെരുന്നാൾ മറ്റന്നാളെന്ന് മതപണ്ഡിതർ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അവധി ദിവസവും മാറ്റിയത്. അവധി ഒരു ദിവസമായി ചുരുക്കിയതിനെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി. വാർത്താസന്ധ്യയിലേക്ക് തിരികെ. ഇനി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുന്നു. ഇനി പൊതുജനം കരുതൽ സ്ഥാപന പരിപാടിയുമായി TK റിയത്ത് ചേരും പ്രേക്ഷകർക്കൊപ്പം.